സിനിമയിൽ പുത്തൻ താരങ്ങൾ ഒരുമിച്ച സിനിമ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. ഷൊർണൂർ ത്രാങ്ങാലിയിലും ഭാരതപ്പുഴയുടെ തീരത്തുമായി ചിത്രീകരിച്ച കോലാഹലം എന്ന സിനിമ നാളെ തിയേറ്ററുകളിലെത്തും. പ്രൊഫഷണലായി ഒരു ആർട്ടിസ്റ്റുകൾക്കും കീഴിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പല ഫ്രെയിമുകളിലും നിറഞ്ഞാടിയിട്ടുണ്ട് ഈ കാണുന്നവരിൽ പലരും. സിനിമ എന്ന പ്രാന്തമൂത്തെ അങ്ങോളം ഇങ്ങോളം അലയുന്ന അനേകം മനുഷ്യരിൽ ചിലർ മാത്രമാണ് ഇവർ. അമേച്ചർ നാടകരംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഇവരുടെ നിഴലുകൾ അനേകം പതിഞ്ഞിട്ടുണ്ട്. പല പരീക്ഷണങ്ങൾക്കും ഒടുവിൽ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം കയ്യെത്തി പിടിക്കുകയാണ് ഈ കൂട്ടർ. എക്കാലത്തെയും മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഷൊർണൂരും ഒറ്റപ്പാലവും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായും ചിത്രീകരിച്ച കോലാഹലം എന്ന സിനിമയാണ് ഇവരുടെ കൂട്ടുകെട്ടിൽ നാളെ റിലീസിനൊരുങ്ങുന്നത്. ആ മേളപ്പൊലിമ നിലച്ചിരിക്കുന്നു. മേള കലാകാരൻ പെരിങ്ങോട്ടുകര നാരായണമാരാർ നിര്യാതനായിരിക്കുന്നു. അത് മരിച്ചു കിടക്കല്ലേ? അയാളെ ബർത്ത്ഡേ പാർട്ടി ഒന്നല്ലോ ഇവിടെ. കൊട്ടി പുറത്ത് കയറി കൊട്ടിന്ന് കേട്ടിട്ടില്ലേ? അവിടെ അങ്ങനെ. സുമേജ് ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് താഴ്ത്തിക്കല്ലേ, ഇവിടെ കരയാൻ ആരുമില്ലേ, സുഭാഷ് ഒറ്റയ്ക്കുള്ളൂ. പിന്നെ മക്കള് രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കരയാന്നുള്ള ഒരു ഐശ്വര്യല്ലേ. നല്ല കുടുംബം. ആരടാ നീ? ഏതാ സിനിമ? ഫൈൻ ഫിലിംസിന്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ്. വിശാൽ വിശ്വനാഥന്റെയാണ് തിരക്കഥ. ഒറ്റപ്പാലക്കാരൻ കൂടിയായ മലയാളികളുടെ പ്രിയ സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടക്കം നിരവധി പ്രതിഭാധനരായ ആർട്ടിസ്റ്റുകൾ കോലാഹലത്തിൽ വേഷമിടുന്നു. ആകെ 5 പാട്ടുകളുള്ള സിനിമയ്ക്ക് വിഷ്ണു ശിവശങ്കറാണ് സംഗീതം നൽകിയിട്ടുള്ളത്. താരനിരയുടെ വലിപ്പത്തിനപ്പുറം കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന, തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകന്റെ സമയത്തിന് വില കൽപ്പിക്കുന്ന സിനിമയായിരിക്കും കോലാഹലം എന്നാണ് അണിയറ പ്രവർത്തകർ വാക്കു നൽകുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റുകളിൽ നിന്ന് കോലാഹലം കരസ്ഥമാക്കിയത് 15ഓളം പുരസ്കാരങ്ങളാണ്. 1 മണിക്കൂർ 40 മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു മരണവീട്ടിലെ രംഗങ്ങളാണ് കേന്ദ്ര പശ്ചാത്തലം. വെറും 1 മാസത്തിനുള്ളിൽ ശിഹാബ് ഓങ്ങല്ലൂരിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത രംഗങ്ങളാണ് സിനിമയിലുള്ളത്. നാടകരംഗത്ത് നിറഞ്ഞാടിയ കുളപ്പുള്ളിക്കാരുടെ സ്വന്തം സ്വാതി മോഹൻ, സീരിയൽ രംഗത്തെ പരിചിത മുഖം വാണിയംകുളത്തുകാരനായ വിഷ്ണു ബാലകൃഷ്ണൻ, കുളപ്പുള്ളിക്കാരൻ രാജീവ് പിള്ളത്തെ തുടങ്ങി ഷൊർണൂരിലും ചെറുതുരുത്തിയിലും പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തും എല്ലാം ഉള്ളവരാണ് അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത ചിത്രമാണ്. ഷോർട്ട് ഫിലിം പിടിക്കുന്ന കാലം തൊട്ട് ഭാരതപ്പുഴയും ട്രെയിനും ഈ പരിസരങ്ങളിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന കുറച്ച് ആളുകൾ മലയാള സിനിമ എത്തിപ്പിടിക്കുകയാണ്. അതിൽ റഷീദാണെങ്കിലും റഷീദാണ് ഇതിൻ്റെ ഡയറക്ടർ, റഷീദ് പറമ്പിലാണ്. ഷിഹാബ് ഓങ്ങലിലാണ് ഇതിൻ്റെ ക്യാമറാമാൻ. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി കാണാനിട വന്നിട്ടാണ് ലാൽ ജോസ് സാർ ഇത് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ലാൽ ജോസ് ഒറ്റപ്പാലത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരം കഥ ഇനിയും ഉണ്ടായിരുന്നോ, ഇവിടെ ഇനിയും കഥകൾ ഉണ്ടായിരുന്നോ, ഈ കഥ ഈ പിള്ളേർ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്ത് തുടങ്ങിയ ഒരു പ്രദേശത്ത് തന്നെ ഒരു മുഴുനീള സിനിമ, ഒരു വീട് ഇതിലൊരു കഥാപാത്രമാണ്. ത്രാങ്ങാലി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ വീട് ഇതിലെ കഥാപാത്രമാണ്. ഭാരതപ്പുഴയും ട്രെയിനും ഒക്കെ ഇതിലെ വന്നു പോകുന്നുണ്ട്. ഈ നാട്ടിലെ വള്ളൂനാട്ടിലെ വളരെ സാധാരണ മനുഷ്യരുടെ മരണവുമായി ബന്ധപ്പെട്ട ജീവിതവുമാണ് ഞങ്ങളിതിൽ പ്രതിപാദിക്കുന്നത്. കോലാഹലം എന്ന് പറയുന്ന സിനിമ ഈ ഒറ്റപ്പാലത്തും ഷൊർണൂർ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഞങ്ങൾ കുറേ ഈ നാട്ടുകാരായിട്ടുള്ള കലാകാരന്മാർ, ടെക്നീഷ്യൻസ് എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ക്യാമറാമാൻ ഷിഹാബ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ വിഷ്ണു, അതുപോലെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്വാതി മോഹനേട്ടൻ, അതുപോലെ അച്യുതാനന്ദേട്ടൻ, അങ്ങനെ സിനിമയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
നമ്മുടെ മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഒറ്റപ്പാലം, വള്ളുവനാട് പ്രദേശങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ ആ ഒരു റിയൽ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഗുണമായിട്ട് കാണുന്നത്. കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാന്നന്നൂരുള്ള ഒരു വീടും അതിൻ്റെ പരിസര പ്രദേശങ്ങളും റെയിൽവേ ട്രാക്കും ഭാരതപ്പുഴയും ഒക്കെയാണ് സിനിമയിൽ പ്രധാന ഭാഗങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്. പിന്നെ സിനിമ പറയുന്ന വിഷയവും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. ഒരുപാട് ഒരു തമാശയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് സാറാണ് സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ സിനിമയുടെ ഒരു നേട്ടമായിട്ട് കാണുന്നു. ഈ വരുന്ന 11-ന് സിനിമ റിലീസാവുകയാണ്. എല്ലാ ആളുകളും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്.